ഹലോ, എല്ലാവരും ഓണമൊക്കെ ഇട്ട് പൂക്കളമൊക്കെ ഇട്ടില്ലേ? നമ്മുടെ വീട്ടിൽ പൂക്കളിടാനുള്ള ഓരോ തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓരോ പ്ലേറ്റിലൊക്കെ പലതരത്തിലുള്ള പൂക്കളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വെക്കാൻ കാരണം വേറൊന്നുമല്ല, എൻ്റെ അനിയത്തിക്ക് കുറച്ച് പ്ലേറ്റുകൾ കഴിഞ്ഞ ദിവസം ഓണക്കളിക്കൊക്കെ പോയിട്ട് സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ അതിൽ പൂക്കളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ കുറച്ച് പൂക്കളൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പൂക്കളം നമ്മൾ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അനിയത്തി എന്നെ മെയിനായിട്ട് പൂക്കളിടുന്നത് അച്ഛനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല മഴയത്ത് അവൾ പൂക്കളിട്ടുകൊണ്ടിരിക്കട്ടെ. ഞാൻ കുറച്ച് സജഷൻസൊക്കെ ഇട്ട് ഒപ്പം പോയി നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ അധികം പൂക്കളിടാനൊന്നും കൂടിയിട്ടില്ല കേട്ടോ. നല്ല ഭംഗിയിൽ അവൾ പൂക്കളൊക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വെറൈറ്റി ഡിസൈനൊക്കെ ആണെന്ന് ഉദ്ദേശിച്ചുള്ളത് തോന്നുന്നു. എന്തായാലും അവൾ പൂക്കളിടട്ടെ. എന്തായാലും എനിക്കത്ര നല്ലൊരു ഓണമായിരുന്നില്ല കേട്ടോ. കാരണം എൻ്റെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഒരു ഉത്രാടമൊക്കെ ആയപ്പോഴേ എനിക്കൊരു ഓഫ് വേണം എന്നുള്ളത് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. ഞങ്ങൾ മുൻകൂട്ടി തന്നെ ഓഫൊക്കെ ഇട്ടതായിരുന്നു കേട്ടോ. എനിക്ക് ആ വിട്ടത്തിന് ഓഫ് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വെച്ചതാണെങ്കിലും എനിക്ക് ഓണസമയമായപ്പോഴൊക്കെ എനിക്ക് അത്യാവശ്യമായ പോലെ കേട്ടോ ഓഫ്. കാരണം എൻ്റെ മൈൻഡൊക്കെ ആകെ എന്താ പറയുക, ഒരു ഓഫിന് വേണ്ടി കുതിക്കായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൾ പൂക്കളൊക്കെ നല്ലോണം ഇടുന്നുണ്ടായിരുന്നു. എനിക്കിതൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അമ്പലത്തിലും പോയില്ല. ആകെ ഇപ്രാവശ്യത്തെ ഒരു ഓണം എനിക്കൊരു തൃപ്തിയില്ലാത്ത ഓണമായിപ്പോട്ടെ. ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടു, നല്ല ഓണം വൈബൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് അത്ര ഓണം വൈബൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കുറേ പരിപാടികൾ എനിക്ക് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഓണക്കോടിയൊക്കെ എടുത്തല്ലോ നമ്മളെല്ലാവർക്കും. അപ്പോൾ അച്ഛൻ്റെ വക ഓണക്കോടി ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊക്കെ ഓണക്കോടി എടുത്ത് കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അനിയത്തി ഒറ്റയ്ക്കിട്ട പൂക്കളാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ രാവിലെ പഴനൂർക്കാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അതും കൂടി കഴിച്ചിട്ട് ഞാൻ എൻ്റെ തുന്നൽ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൂക്കളൊക്കെ എന്തായാലും നല്ല ഭംഗിയിൽ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പൂക്കളത്തിൻ്റെ ലാസ്റ്റ് ലുക്കാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് തുന്നാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിൽ കുറച്ച് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും തുണികൾ നമുക്ക് തുന്നാനുള്ളതാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇന്ന് ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഡ്യൂട്ടിക്ക് പോകാനും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ടിനുള്ള ഡ്രസ്സും ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലൗസൊക്കെ തുന്നാൻ തുടങ്ങിയിട്ട് 2 ദിവസമായി, എന്നിട്ടും അത് തീർന്നിട്ടില്ല കേട്ടോ. എങ്ങനെയെങ്കിലും അതൊന്ന് ഒപ്പിച്ചിട്ട് വേണം 2-3 ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് സ്റ്റോറി ഇടാൻ പറഞ്ഞിട്ടാണ് ഞാനിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഈ പരിപാടികളൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛമ്മ വേഗം കുളിച്ച് സുന്ദരിയായിട്ട് സിറ്റ് ഔട്ടിലൊക്കെ വന്നിരുന്നത് റേഡിയോ കേട്ടുകൊണ്ടിരിക്കും കേട്ടോ. അച്ഛമ്മേൻ്റെ മെയിനാണ് റേഡിയോ ഇടാണ്ട് അച്ഛമ്മയ്ക്ക് ജീവിക്കാനേ പറ്റില്ല. ഇതിൻ്റെ കൂടെ നമ്മൾ ഓണസദ്യയൊക്കെ കാരണന്മാർക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തവണത്തെ ഓണം എല്ലാവർക്കും നല്ലതാണ്. പക്ഷെ എനിക്കെന്തോ നല്ലത് തന്നെയായിരുന്നു, പക്ഷെ എന്തോ ഒരു ഇൻകംപ്ലീറ്റ് ആയ പോലെ കേട്ടോ. എനിക്ക് ഓണത്തിന് കുറച്ച് സിനിമയൊക്കെ കാണുന്നുണ്ടായിരുന്നു, അതൊന്നും എന്തായാലും നടന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഒന്നാമത് ഞാൻ കുറേ കാലമായി സിനിമയൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന കണ്ടിട്ടൊന്നും, അല്ലെങ്കിൽ പകുതിയാകുമ്പോൾ ഡ്യൂട്ടിക്ക് പോകും, അല്ലെങ്കിൽ പകുതി കഴിഞ്ഞിട്ട് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുന്നു കേട്ടോ. എന്തായാലും ഞാൻ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസല്ല വീഡിയോസ് കുറച്ച് എൻ്റെ കോപ്പറേറ്റ് ഇത്തരങ്ങൾ എന്തായാലും ഈ വീഡിയോൻ്റെ കൂടെ കൊടുക്കാം കേട്ടോ. അങ്ങനെ പറഞ്ഞ് എന്തായാലും ഓണം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഡ്യൂട്ടിക്ക് പോട്ടെ.